യു ഡി എഫിന് നമ്മുടെ കേരളത്തിൽ ഉടനീളം നല്ല വിജയപ്രതീക്ഷയുണ്ട്. എല്ലായിടത്തും വലിയ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് എല്ലായിടത്തും, ചില ഭാഗങ്ങളിലൊഴികെ. 2010 മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാവുമോ? അതിനേക്കാൾ ഇന്നത്തെ എത്രത്തോളം പുലർച്ചെ തന്നെ ആളുകൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. മുമ്പും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാൾ കൂടുതൽ നമുക്ക് ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം. പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. അത് തീർച്ചയാണ്. അത് ബാധിക്കില്ല. അത് കുറേ തീർന്നല്ല. എല്ലായിടത്തും മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിലായി ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നമുണ്ട്. അത് ഇവിടെ ബാധിക്കുമോ? അത് ഞാൻ ബാധിക്കുകയില്ല. ഒക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസം. ഇപ്പോൾ അരുവിക്കരനെ പോലെ തന്നെ നമുക്കിവിടെ വിജയം ലഭിക്കുന്നു. സാധ്യതയുണ്ട് വിജയത്തിന്. വമ്പിച്ച വിജയ സാധ്യതയാണ്. വമ്പിച്ച വിജയ സാധ്യതയാണ്. വമ്പിച്ച വിജയ സാധ്യത ഉണ്ട്. വമ്പിച്ച വിജയ സാധ്യത ഉണ്ട്. ഒന്ന് ജില്ലയിലെ പ്രധാന വിഷയം കോൺഗ്രസ് ലീഗ് പല സ്ഥലങ്ങളിലുമുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇല്ല, അതൊന്നും യേശൂല. അതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. കാരണം കോൺഗ്രസ് ലീഗ് മിക്ക സ്ഥലങ്ങളിലും മുന്നണിയാണ്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. വളരെ അപൂർവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ കിട്ടും. ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ഞങ്ങൾ വിലയിരുത്തിയതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ കിട്ടും, ഒരു സംശയവുമില്ല. ഭൂരിപക്ഷം ജില്ലകളും UDF കിട്ടും. അതുതന്നെയാണ്. നല്ല മുന്നേറ്റമായിരിക്കും. ഇപ്പോഴുള്ള മിക്ക ഘടകങ്ങളും ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ജനക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം UDF അനുകൂലമാണ്. അതെല്ലാം പരിഹരിച്ചു. കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ എവിടെയില്ല. വിജയം ഉറപ്പാണ്. UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF കോർപ്പറേഷൻ ഭരിക്കും. അപ്പോൾ വിജയപ്രതീക്ഷ ഉറപ്പാണ്. ജില്ലയില് പൊതുവെ UDF ഒരു മേൽക്കൈമ ഉണ്ടായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. മഴയുള്ള കാരണം എന്താണ് അവിടുത്തെ ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു ക്രൗഡ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആശങ്കയൊന്നും തോന്നുന്നില്ല. എല്ലാവരും പോളിംഗ് ബൂത്തിൽ എത്തുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. UDF തൃശ്ശൂർ ജില്ലയിലെ ത്രിതല പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും 2010 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോർപ്പറേഷനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയമാതിരി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. 3-2 ഭൂരിപക്ഷം ഏറ്റവും ചുരുങ്ങിയത് കോർപ്പറേഷൻ കിട്ടും. ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം നിലനിർത്തും. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആ രീതി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ പ്രവർത്തന ശൈലിയുമെല്ലാം ജനങ്ങൾ നന്നായി വിലയിരുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF വളരെ അനുകൂലമായ വിധിയെഴുത്തുണ്ടാകും, വികസനത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് UDF സർക്കാരിനെ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഭരണം ഈ തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തൽ നടത്തും. ഞങ്ങൾക്കതിനകത്ത് ശുഭപ്രതീക്ഷയുണ്ട്. അതിനകത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന വിശ്വാസം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വൻ ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കും. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇടത് കോട്ടകൾ തകരുന്ന ഒരു ഇലക്ഷനായിരിക്കും ഈ ഇലക്ഷൻ. വളരെ വ്യക്തമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPM സംസ്ഥാനത്തെ രാഷ്ട്രീയ നിലപാടല്ല ആലപ്പുഴയിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ജില്ലയാണ് CPM ആലപ്പുഴ ജില്ലയിൽ. ഇതിനെതിരായ ശക്തമായ വിധിയെഴുത്തുണ്ടാകും. BJPയുടെ ഫാസിസത്തിനെതിരായിട്ടും ഇടതുപക്ഷ അക്രമത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തുണ്ടാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇടത് കോട്ടകളായി പരമ്പരാഗതമായി അവർ കൊണ്ടുനടക്കുന്ന പല കോട്ടകളും ഇടിഞ്ഞു വീഴുന്ന ഇലക്ഷനായിരിക്കും ഇത്. വരാപ്പുഴ അതിരൂപതയ്ക്ക് പ്രത്യേകമായിട്ട് രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കോമണായിട്ട് KRLCCയുടെ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പൊസിഷനാണ്. അപ്പോൾ അതനുസരിച്ച് ആരാണ്
നാടിനെ ഭരിക്കുന്നതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി നിസ്വാർത്ഥമായിട്ട് നാടിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ വെച്ചുകൊണ്ട് ധാർമ്മികതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ കേരളത്തിൻ്റെ ഈ ഭാഗത്ത്. അവിടെ നമ്മൾ കഴിഞ്ഞ ഭരണം കണ്ടു. അതിലൊക്കെ മെച്ചപ്പെട്ട വിധത്തിൽ ഉള്ള ഭരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. UDF തികഞ്ഞ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം UDF ഐക്യമാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രചരണം നടത്തിയതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയതും. ഈ പ്രചരണത്തിനിടയിൽ പ്രതിപക്ഷത്തിൽ നിന്ന്, എതിർ ക്യാമ്പിൽ നിന്ന് പല വിധത്തിലുള്ള കടന്നാക്രമണങ്ങളും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടായി. അതെല്ലാം UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിട്ടു. UDF ഐക്യത്തിനും ഗവൺമെൻറ്റിൻ്റെ വികസനവും കരുതലും എന്ന പരിപാടിക്കും അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും വിധി എഴുതും. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ ഇപ്രാവശ്യവും UDF വിജയിപ്പിക്കും. അയ്യോ, നല്ല പ്രതീക്ഷയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എല്ലാം. പല വിവാദങ്ങൾ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിവാദവും വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ ഇങ്ങോട്ട് വന്നാലേ കാണാം. ഏറ്റവും വലിയ തിളക്കമേറിയ വിജയമായിരിക്കും പാലായിക്ക് ഉണ്ടാകുന്നത്. PC ജോർജ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പൊതുവേ കേരളത്തിൽ UDF വിജയിച്ച് മുന്നേറും. വമ്പിച്ച വിജയമായിരിക്കും UDF കരസ്ഥമാകും. ബാർക്കോഴ കേസ് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല. കാരണം അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാത്ത കാര്യമാണ്. പിന്നെ മൂന്നാം മുന്നണി ഒരു കാരണവശാലും ക്ലച്ച് പിടിക്കാൻ പോകുന്ന ഒന്നല്ല. അത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. UDF നല്ല വിജയ പ്രതീക്ഷയാണുള്ളത്. ജനങ്ങൾ UDF അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല വിജയ പ്രതീക്ഷ, നല്ല വിജയം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞാൻ. വോട്ട് രേഖപ്പെടുത്തി ഇത് അർഹിക്കുന്ന ആളുകളുടെ വിജയമാവട്ടെ, നന്മയുടെ വിജയമാവട്ടെ. വോട്ട് ചെയ്യാത്ത ആളുകൾ ഇനി 5 മണി വരെ സമയമുണ്ട്. എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണം. അത് നമ്മുടെ അവകാശമാണ്. ഇല്ല, ഒരു തവണ നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതെ, അതിനുശേഷം ഇവിടെ ഉള്ള സമയത്തൊക്കെ കഴിയുന്നതും വോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലെങ്കിലാണ് മിസ്സായിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരാളുകൾ ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് നാടിന് നന്മയുണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ഭേദമന്യേ, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആര് നാടിന് നന്മ ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അത് നന്മയുടെ ഭാഗത്ത് നിന്ന് ആ ആളുകൾ വിജയിക്കട്ടെ. ഞാൻ കുത്തിയ ആൾ, ഞാൻ വോട്ട് ചെയ്ത ആൾ നാടിൻ്റെ നന്മയുടെ ഭാഗത്ത് നിൽക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒന്നും തന്നെ സഖ്യമൊന്നും ഏശാൻ പോകുന്നില്ല. കോടതി അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നതിന് മുമ്പ് 2 പ്രധാന പ്രശ്നങ്ങളാണ് മിസ്റ്റർ നടേശനെയും കുടുംബത്തെയും പറ്റി വന്നിട്ടുള്ളത്. ഒന്ന്, ശാശ്വതീകാനന്ദയുടെ മരണത്തിലുള്ള പങ്കാളിത്തം. മറ്റൊന്ന്, SNDP യോഗത്തിന്റെ പ്രൊഫസർ ലെക്ചർ, അതേപോലെ തന്നെ മൈക്രോ പ്ലാന്റ് എന്നിങ്ങനെയുള്ള 2 പ്രധാന കേസിലെ കാര്യത്തെപ്പറ്റിയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ഇപ്പോൾ തുടരുന്നത് ശരിയല്ല. അത് രാജിവെക്കണം. രാവിലെ മഴയൊക്കെ ഉണ്ടായിട്ടും ആളുകൾ നല്ല നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുന്നപ്പുറ വടക്ക് പഞ്ചായത്തിൽ 6ാം വാർഡാണല്ലോ. ഞാനും
പിന്നെ VSV വാർഡില്ല. പക്ഷേ ഇത്തവണ വോട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നമ്മുടെ പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നല്ല രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ വികസനപരമായി നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ വികസനം, അതിന് സമാധാനം, അഴിമതിയില്ലാത്ത വികസനം, ജാതിമത വർഗീയ ശക്തികൾ സ്പർശിക്കാത്ത വികസനം, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഉന്നതമായ ആശയങ്ങളാണ് ഞങ്ങൾ ഇത്തവണ പ്രചരിപ്പിച്ചത്. നല്ല ഉയർന്ന ചിന്താഗതി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്. അത് നല്ല ആവേശവും നല്ല ഫലവുമാണ്. ഇത്രയധികം മെഷീനുകൾ കേടായ സാഹചര്യം എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നോക്കട്ടെ. ഏതായിരുന്നാലും എത്രയും വേഗം അവിടെ പോളിംഗ് ഓരോ ബൂത്തിലും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അഭിവാദനങ്ങൾ. നമ്മുടെ നഗരത്തിൻ്റെ വികസനം നമുക്ക് തുടർന്നു കൊണ്ടുപോകണം. അതിന് ഉപകരിക്കുന്ന ശക്തികൾ, സഹായിക്കുന്ന വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടണം. അങ്ങനെ നഗരം നമ്മുടെ കേരളത്തിന് തന്നെ ഒരു മാതൃകയാകണം. അതുപോലെ ജനാധിപത്യ ശക്തികളെല്ലാം വിജയിച്ച് നമ്മുടെ നാടും രാജ്യവും എല്ലാം വികസനം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ് UDF. ഇതൊക്കെ ഏത് കാലത്തുള്ളതല്ലേ വിമതന്മാർ. അതങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞാൽ വോട്ടിന് ബാധിക്കില്ല. ബാധിച്ചിട്ടില്ല അത്.